ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം ഉണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, മുരിഡ്കയിലെ കേന്ദ്രത്തിൽ, ഒരു ഭീകര കേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടവരെ പതാക പുതച്ച്, പാകിസ്ഥാന്റെ ദേശീയ പതാക പുതച്ചുകൊണ്ട് ആദരിച്ച് വിട പറയുന്ന ചടങ്ങ് നടക്കുകയാണ്. അതോടൊപ്പമാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ദേശീയ അസംബ്ലിയിൽ സംസാരിക്കുന്ന വാക്കുകൾ കൂടി നമ്മൾ കേൾക്കുന്നത്. സാധാരണക്കാരെ ഇന്ത്യ കൊന്നിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അപലപനീയമാണ് ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും അത് വളരെയധികം അപലപനീയമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുജയ, ഇതൊരു വിക്ടിംഹുഡ് നറേറ്റീവ് ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സാധാരണക്കാരായ മനുഷ്യരെയാണ് എയർ സ്ട്രൈക്കിലൂടെ ഇന്ത്യ കൊന്നിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാൻ്റെ ശ്രമം. മറുവശത്തുനിന്ന് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, രാവിലെ മുതൽ തന്നെ LOCയിൽ വലിയ ഫയറിംഗ് ആണ്, മോർട്ടാർ ഷെൽ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ. അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവനും സാധാരണക്കാരായിട്ടുള്ള വില്ലേജേഴ്സിനെയാണ്, ഗ്രാമീണരെയാണ്. 10ഓളം ആളുകൾ ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പല വീടുകളും കത്തിനശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും തന്നെ LOCയിലെ ഏതെങ്കിലും ഒരു സോൾജിയർ പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു CRPF പോസ്റ്റിനെയോ ഒന്നും ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല നടന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സാധാരണക്കാരായ ആളുകളെ കൊന്നുകൊണ്ട് ആണ് പാകിസ്ഥാൻ ഇത് റീറ്റാലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വ്യാജമായ വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ വ്യക്തമായി ഇന്ന് ദൃശ്യസഹിതമാണ് ലോകത്തിനു മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. രാവിലെ നടത്തിയ മിലിറ്ററി ബ്രീഫിങ്ങിൽ വളരെ കൃത്യമായി ഏതൊക്കെ സ്പോട്ടുകളിലാണ് എയർ സ്ട്രൈക്ക് നടന്നത് എന്നതിൻ്റെ ദൃശ്യസഹിതമാണ് നമ്മൾ ലോകത്തിനു മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഈ പുതിയ നറേറ്റീവിന് ഒരു തരത്തിലുള്ള പിന്തുണയും അന്താരാഷ്ട്ര രംഗത്ത് കിട്ടില്ല എന്ന കാര്യം സംശയമില്ല. പക്ഷേ വ്യാജമായ വാർത്തകൾ ചമയ്ക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 26 നിഷ്കളങ്കരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെയാണ് ഇന്ത്യക്കാർ കൊന്നുകളഞ്ഞിരിക്കുന്നതെന്നും 46ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ടെന്നും അതിൽ കുട്ടികളടക്കമുണ്ട് എന്നുമൊക്കെയുള്ള കഥകൾ പറയുന്നു. ഇപ്പോൾ സുജയെ സൂചിപ്പിച്ചതുപോലെ മുരിഡ്കയിൽ ദേശീയ പതാക പുതച്ചുകൊണ്ട് ആളുകളെ സംസ്കരിക്കുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ മനഃപൂർവ്വമായി തന്നെയാണ് പാകിസ്ഥാൻ പുറത്തേക്ക് വിടുന്നത്. ഇന്നിപ്പോൾ ഷഹബാസ് ഷെരീഫ് നാഷണൽ അസംബ്ലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വലിയ രീതിയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പടയോട്ടം തന്നെ പാകിസ്ഥാന് നടത്താൻ കഴിഞ്ഞു എന്ന മട്ടിലാണ്. 3ഓളം ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയുടേത് വെടിവെച്ച് വീഴ്ത്തി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിനൊന്നും തന്നെ ഒരു തെളിവും നൽകാൻ പാകിസ്ഥാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ ബാലാക്കോട്ടിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തുമ്പോൾ നമ്മൾ ഒരു തെളിവും പുറത്തുവിട്ടിരുന്നില്ല, ഒരു ദൃശ്യവും പുറത്തുവിട്ടിരുന്നില്ല. അത് രാത്രിയിൽ നടന്ന ഒരു അറ്റാക്കായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 1 മണി മുതൽ 1:30 വരെയുള്ള സമയത്തിനിടയിൽ നടന്നിട്ടുള്ള അറ്റാക്കിനെ സംബന്ധിച്ച വിശദമായ ദൃശ്യങ്ങളും എങ്ങനെയാണ് ടാർഗറ്റുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ലൊക്കേഷനിലേക്ക് എത്ര പ്രിസിഷനോടുകൂടിയാണ് അറ്റാക്ക് നടന്നത്, നമ്മൾ കാണേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ ഡെൻസ്ലി ആയിട്ടുള്ള തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ കവചം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരാണ്, സാധാരണ ജനങ്ങളാണ്. നോക്കൂ, ഈ ഷഹബാസ് ഷെരീഫ് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ളവർ കൂടി കേൾക്കണം. ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇന്ത്യയുടെ 80 ജെറ്റുകൾ ഇന്ത്യ ഉപയോഗിച്ചു, 80 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടി ഇന്ത്യ ഉപയോഗിച്ചു. ഇരുട്ടിന്റെ മറവിൽ ഒളി ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. തകർന്നു നിൽക്കുന്ന ഇന്ത്യയുടെ തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എത്ര ഉളുപ്പില്ലാതെയാണ് ഈ കള്ളങ്ങളൊക്കെ പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായി. മാത്രമല്ല, ഈ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുജയ, നമ്മളുടെ ഈ പറയുന്ന LOCയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് എസ്കലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എയർ ടു ഗ്രൗണ്ട് സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. നമ്മളുടെ ജെറ്റ് വിമാനങ്ങളൊന്നും തന്നെ ഈ സ്ഥലങ്ങളിലേക്ക്, അതായത് വ്യോമ സ്പേസിനുള്ള എയർ സ്പേസ് ക്രോസ് ചെയ്ത് പോയിട്ടില്ല. പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്നൊരു ആക്രമണം ഇന്ത്യ നടത്തിയിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ LOC ഭേദിച്ചിട്ടില്ല. നമ്മളുടെ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ എയർ സ്ട്രൈക്ക് മുഴുവൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് കൃത്യമായ ടാർഗറ്റിലേക്കാണ് ആ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ളത്. അത് സ്കാൽപ് മിസൈൽ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. സ്കാൽപ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 400 കിലോഗ്രാം ഭാരമുള്ള മിസൈലാണ്. അതൊരു ക്രൂയിസ് മിസൈലാണ്. ആ മിസൈൽ കൃത്യമായ ടാർഗറ്റിൽ പോയി അതിൻ്റെ ലക്ഷ്യം നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത്. ആ പ്രിസിഷൻ കൃത്യമായി തന്നെ ഇന്ത്യ നടപ്പാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇന്ന് വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ്, രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും പറഞ്ഞത് എന്താണ്, റെസ്പോൺസിബിളായ, മെഷേർഡായ, പ്രിസൈസായ ഒരു മൂവ്മെൻ്റാണ് ഇന്ത്യൻ ആർമി നടത്തിയത് എന്നുള്ളതാണ്. അതായത് കാൽക്കുലേറ്റഡ് ആയിരുന്നു, കൃത്യമായി കണക്കുകൂട്ടി ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ടാർഗറ്റിൽ തന്നെ കൊള്ളത്തക്ക വിധത്തിലാണ് ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, സിവിൽ ഏരിയാസ് ടാർഗറ്റ് ചെയ്തിട്ടില്ല, മിലിറ്ററി ബേസ് ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനിലേക്കും, പാകിസ്ഥാൻ്റെ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനിലേക്കും ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഈ ടെറർ ആരാണ് ആസൂത്രണം ചെയ്യുന്നത്, എവിടെയാണോ ഭീകരർ ഒളിച്ചിരിക്കുന്നത്, എവിടെയാണോ ഭീകരർക്ക് പരിശീലനം നൽകുന്നത്, ആ സ്ഥലമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മസൂദ് അസറിൻ്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മസൂദ് അസറിനോടൊപ്പമാണ് അവർ. മസൂദ് അസർ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തീവ്രവാദിയാണ്. മകനടക്കം കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ തന്നെ, അതായത് മസൂദ് അസർ മാത്രം തലനാടിഴക്കി രക്ഷപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു, അവരെല്ലാവരും 10 പേരും അള്ളാഹുവിനോട് ചേർന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ റിലീജിയസ് ആയി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു വലിയ ഭീകരന്റെ വാക്കുകളാണ്, ഒരു സ്റ്റേറ്റ്മെന്റ്
സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം 4-5 മണിക്കൂർ പിന്നിടുമ്പോൾ പുറത്തേക്ക് വരുന്നത് കാണുന്നത്. അതോടൊപ്പം തന്നെ പാക് പതാക പുതച്ച് വിടവാങ്ങൽ നൽകേണ്ടവരാണോ ഈ ഭീകരർ എന്നൊരു ചോദ്യം ആ രാജ്യം ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുന്ന ദൃശ്യമാണ്. ഇപ്പോൾ ലഷ്കർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എടുത്ത മൃതദേഹങ്ങളിലെല്ലാം പാക് ദേശീയ പതാക പുതച്ചിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, നിശ്ചയമായും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജയ, ഇന്ത്യയിൽ ഖാലിസ്ഥാൻ തീവ്രവാദം ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഇന്ത്യ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? ഒരു സപ്പോർട്ട് നൽകിയിട്ടില്ല. ഇന്ത്യയുടെ മണ്ണിൽ ഒരു തീവ്രവാദി വിഭാഗത്തെയും വളരാൻ ഇന്ത്യ അനുവദിക്കാറില്ല. എന്നാൽ പാകിസ്ഥാൻ ഇതൊരു ഒട്ടും തന്നെ അത്ഭുതകരമായ കാര്യമല്ല. കാരണം പാകിസ്ഥാൻ ആർമിയും അതുപോലെ തന്നെ ISI, അവരുടെ ചാരസംഘടനയായ ISIയും ഈ ലഷ്കർ എ തായിബ അടക്കമുള്ള അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായി കൈകോർത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാശ്മീരിലേക്കുള്ള എല്ലാ ഇൻട്രൂഷനും നടത്തുന്നത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ്. പാകിസ്ഥാൻ ആർമിയോ ISIയോ ഔദ്യോഗികമായോ ഒരു ഇൻട്രൂഷനും ഇന്ത്യയുടെ അതിർത്തി കടന്ന് നടത്താറില്ല. അതേസമയം ഈ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റുകളെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആഭ്യന്തര ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പൂർണ്ണമായ പിന്തുണ പാകിസ്ഥാൻ ആർമി നൽകുന്നുണ്ട്, പൂർണ്ണമായ പിന്തുണ ISI നൽകുന്നുണ്ട്, പൂർണ്ണമായ പിന്തുണ പാകിസ്ഥാൻ സർക്കാരും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭീകരവാദികളെ രാജ്യസ്നേഹികളായി പതാക പുതപ്പിച്ച് സംസ്കരിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകാൻ നിർബന്ധിതർ കൂടിയാണ്. കാരണം എല്ലാ സമയത്തും പാകിസ്ഥാൻ തീവ്രവാദ വിഭാഗങ്ങളുടെ പിടിയിലായിരുന്നു പാകിസ്ഥാനിലെ ഭരണകൂടം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ ആർമിയിലുള്ള സ്വാധീനവും വളരെ വലുതാണ്. ഒരു പക്ഷേ ഈ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ജനറലിനെ അവിടെ വിളിക്കുന്നത് മുല്ല മുനീർ എന്നാണ്. അങ്ങനെ ഒരു എന്താ പറയുക, അദ്ദേഹം പോലും ഒരു ടെററിസ്റ്റ് സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭീകരനല്ല, ഒരു റിലീജിയസ് ലീഡറായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രീച്ചിങ്സ് അതെല്ലാം നിങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് പോകാനായിട്ടുള്ള നിങ്ങളുടെ വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആഹ്വാനങ്ങളല്ലേ നമ്മൾ ഓരോ തവണയും ഇവരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഒരു മത നേതാവായി അവിടെ പ്രൊജക്ട് ചെയ്യുകയും ആ മത നേതാവ് ആസൂത്രണം ചെയ്യുന്നത് അന്യമത ദ്വേഷമാണ്, മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനായിട്ടുള്ള ആഹ്വാനമാണ് എന്നതും ഒരു ഇരട്ടത്താപ്പായി ലോകം കാണേണ്ടതല്ലേ? ഭീകരതയ്ക്ക് ഇങ്ങനെ ഒരു മതത്തിന്റെ മുഖം മൂടിയിടുന്നത് ആരായാലും അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടതല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? പാകിസ്ഥാൻ്റെത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് ആദ്യം പ്രഖ്യാപിക്കുന്ന അമേരിക്കയാണ്. അമേരിക്ക വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, പാകിസ്ഥാന് തീവ്രവാദത്തിന് എതിരായിട്ടുള്ളൊരു നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ എടുക്കുമ്പോൾ പാകിസ്ഥാന്റെ മണ്ണിൽ അവർ ഭീകരരെയും ഭീകര സംഘടനകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പണം നൽകുകയും അതിനുള്ള സാങ്കേതികമായ സപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അന്താരാഷ്ട്ര രംഗത്ത് തന്നെ പറഞ്ഞത് അമേരിക്കയാണ്. അങ്ങനെയാണ് അമേരിക്കയും പാകിസ്ഥാനുമായി വേർപിരിയുന്നത്. ഇപ്പോൾ അമേരിക്കയുമായി ഒരു ചങ്ങാത്തവും പാകിസ്ഥാനിലൊന്നും മാത്രവുമല്ല, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറ്റ്സ് എ ഷെയിം എന്നാണ്. ഇന്നത്തെ ഈ പറയുന്ന ഇന്ത്യ പഹൽഗാമിലുണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണത്തെ അടക്കം ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, അവരുടെ ഡിഫൻസ് സെക്രട്ടറി, അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി ആൻഡ് വി ആർ സ്റ്റാൻഡിങ് വിത്ത് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഇന്ത്യക്കൊപ്പമാണ് അമേരിക്ക എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാന്റെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടുത്ത ആരോപണം വരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ, അടുത്ത ആരോപണം ഇതാ വന്നു കഴിഞ്ഞു. 5 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു, ഇന്ത്യയുടെ 3 റഫാൽ വിമാനം ഉൾപ്പെടെ തകർത്തു എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ കശ്മീരിൽ തകർന്നു വീണു. ബലൂചിസ്ഥാനിൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് ഇന്ത്യയുടെ നീക്കമാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായും TTPയുമായി ചേർന്ന് ഇന്ത്യ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു. അങ്ങനെ ഞങ്ങളാണ് വിക്ടിം, ഞങ്ങളാണ് ഇര. ഇതൊരു ഇരവാദം തന്നെയല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും. മാത്രമല്ല, ഈ ജഫാർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യയും ഇന്ത്യൻ സേനയുമാണ് എന്ന് ആദ്യം എക്സിൽ കുറിക്കുന്നത് അസീം മുനീറാണ്, പാകിസ്ഥാന്റെ ജനറലാണ്. അദ്ദേഹം 2 ആഴ്ച മുമ്പ് ഇത്തരത്തിൽ ജഫാർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്ത്യയാണെന്നും ഇന്ത്യക്ക് ബലൂചിസ്ഥാനിൽ റോളുണ്ട് എന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയാണെന്നും ഒക്കെയുള്ള പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആർമിയുടെ മേധാവിയായിട്ടുള്ള ജനറൽ അസീം മുനീർ തന്നെയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ്, കാശ്മീരിനെ ഞങ്ങൾ പിടിച്ചടക്കും എന്ന് മാത്രവുമല്ല, കാശ്മീരിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഞങ്ങളുടെ സഹോദരന്മാരാണ്, അവർക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നാണ് ഏപ്രിൽ 16-ാം തീയതി അസീം മുനീർ പ്രസംഗിച്ചത്. ആ ഏപ്രിൽ 16-ലെ പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെ 6 ദിവസങ്ങൾക്ക് ശേഷം ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് വളരെ ആക്റ്റീവ് ആവുകയും അവർ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന, അതായത് ലഷ്കർ എ തായിബയുടെ ഒരു ആമാണ്, അങ്ങനെ ഒരു സംഘടന വളരെ പെട്ടെന്ന് ആക്റ്റീവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഭീകരവാദി ആക്രമണങ്ങൾക്കുള്ള പ്രോത്സാഹനം നൽകുന്ന ഒരു സംഘടനയായിട്ട് പാകിസ്ഥാൻ ആർമി എക്കാലവും നിലനിന്നിട്ടുണ്ട്. 2001 പാർലമെന്റ് അറ്റാക്കും 2008 മുംബൈ അറ്റാക്കും ആസൂത്രണം ചെയ്ത മസൂദ് അസർ എന്ന് പറയുന്നയാൾ വളരെ എന്താ പറയുക എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി പാകിസ്ഥാന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മസൂദ് അസറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇന്ത്യക്ക് പൊറുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല മസൂദ് അസർ ഇന്ത്യ
ഇന്ത്യൻ മണ്ണിൽ നടപ്പാക്കിയിട്ടുള്ളത്. 200 ആളുകളാണ് ബോംബെയിലെ തീവണ്ടികളിലെ പൊട്ടിത്തെറികളിൽ മരിച്ചത്. ഒറ്റയടിക്ക് 11 മിനിറ്റ് കൊണ്ട് വിവിധ സ്ഫോടനങ്ങളിൽ 200 മനുഷ്യജീവനാണ് 2006 ഇന്ത്യക്ക് നഷ്ടമായത്. 2008 3 ദിവസം നീണ്ടുനിന്ന മുംബൈ അറ്റാക്കിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടത് 176 പേരാണ്. അങ്ങനെ വലിയ വലിയ അറ്റാക്കുകൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്രെയിൻ, പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി മസൂദ് അസറാണ് എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് സംശയമില്ല. ഇന്ത്യ നിരവധി തെളിവുകൾ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ബോഡികളിൽ നൽകിയിട്ടുണ്ട്, UN അടക്കം നൽകിയിട്ടുണ്ട്. ഒരു നടപടിയും പാകിസ്ഥാൻ എടുത്തിട്ടില്ല. ഇന്നത്തെ ഈ രാവിലത്തെ എയർ സ്ട്രൈക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മസൂദ് അസർ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് 10 അടുത്ത ബന്ധുക്കളാണ്, അനന്തരവന്മാർ, അനന്തരവന്മാർ, അവരുടെ കുട്ടികളടക്കമുള്ള 10 ബന്ധുക്കളും 4 എയ്ഡ്സും 4 സഹായികളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 14 പേരാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ അറ്റാക്കിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന മസൂദ് അസർ മറ്റെവിടെയോ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ടാർഗറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മസൂദ് അസറിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. തീർച്ചയായും ഉണ്ണി ബാലകൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. ടെറർ ബോസ് തന്നെയായിരുന്നു ടാർഗറ്റ് എന്നുള്ളത് വ്യക്തമാണ്.